ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കോട്ട ഫാക്ടറി എന്ന സീരീസിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ റിവ്യൂ അല്ല, ആക്ച്വലി ഞാൻ ഇതൊരു വർത്ത് വാച്ചിങ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ സീരീസുകൾ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ സെർച്ച് ചെയ്തത് ഏറ്റവും റേറ്റിംഗ് ഉള്ള സീരീസ് ഏതൊക്കെയാണെന്നാണ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഹിന്ദി സീരീസിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത് ഏതൊക്കെയാണെന്ന് അന്വേഷിച്ച് വന്നപ്പോഴാണ് കോട്ട ഫാക്ടറി ആദ്യം കാണുന്നത്, സീസൺ 1 ഇറങ്ങിയ സമയത്ത്. അപ്പോൾ ഇത് എവിടെയാണെന്ന് ഞാൻ അന്വേഷിച്ച് പോയപ്പോൾ യൂട്യൂബിലാണ് അവർ അപ്ലോഡ് ചെയ്തിരുന്നത്. അവരുടെ പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുന്നത് ടി വി എഫിനേക്കാളും മുമ്പത്തെ കുറേ സീരീസുകളുണ്ട്. ഈവൻ റീസെൻ്റ്ലി പഞ്ചായത്ത് എന്ന സീരീസ് തന്നെ ഭയങ്കരമായിട്ട് ഹിറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ കോട്ട ഫാക്ടറിയും അതുപോലെ തന്നെ ഭയങ്കര ഹിറ്റായിരുന്നു. ആകെ 5 എപ്പിസോഡ് ഉണ്ടായുള്ളൂ ഫസ്റ്റ് സീസണിൽ. അത് യൂട്യൂബിലാണ് അവർ ഇട്ടത്. അത് ഹിറ്റായ ശേഷം നെറ്റ്ഫ്ലിക്സ് അത് എടുക്കുക ചെയ്തത്. നെറ്റ്ഫ്ലിക്സ് പിന്നെ സെക്കൻഡ് സീസൺ തൊട്ട് നെറ്റ്ഫ്ലിക്സിലാണ് അത് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ സ്റ്റോറി എന്ന് പറയുന്നത് അതായത് IITയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള എക്സാം JEEക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് കുട്ടികളുടെ സ്റ്റോറിയാണ്. കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂ, പിന്നെ അവരെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. അതാണ് നല്ല രസമായിട്ടാണ് ഈ സീരീസ് എടുത്തിരിക്കുന്നത്. ഭയങ്കര ക്യൂട്ട്നെസ്സാണ്, നമുക്കിതിനെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീരീസ് ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് കുറേ കുട്ടികൾ കുറേ യൂണിഫോം അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് അത് ഡിവിഷൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയണം അവർ ബ്ലാക്ക് ആൻഡ് വൈറ്റിലെടുത്തത്. എല്ലാവരും ഒരേ കളറാണ് എന്ന ഒരു കൺസെപ്റ്റിൽ. ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ആക്ടിങ് വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്, സൂപ്പറാണ്. ഇവരെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുണ്ട്, ജിത്തു ഭയ്യ എന്നാണ് അതിൽ വിളിക്കുന്നത്. ജിത്തു ഭയ്യ എന്ന് വിളിക്കാൻ കാരണം തന്നെ ജിത്തു സർ അല്ല അവർ വിളിക്കുന്നത്. സർ വിളിക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്കൊക്കെ ഒരു 15-16 വയസ്സ്, ഈ എൻജിനീയറിങ്ങിന് ട്രൈ ചെയ്യുന്ന IITക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന പിള്ളേർക്ക് ആ ഏജ് ആയിരിക്കും. അവർക്ക് പാരൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റാത്തതുണ്ടാവും, സാറുമാരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റാത്ത കുറേ ഇമോഷൻസ് ഉണ്ടാവും. അതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റാവുന്ന ഒരു എൽഡർ ബ്രദർ എന്നൊരു കൺസെപ്റ്റിലാണ് അവർ ഇതിലെ ടീച്ചേഴ്സിനെ കാണിക്കുന്നത്. കാരണം അത്രയ്ക്ക് പ്രഷറാണ് ആ കുട്ടികൾക്കുള്ളത്. അപ്പോൾ ആ കുട്ടികളുടെ പ്രഷറും അവരുടെ ഇമോഷൻസും അവരുടെ പല പല സ്റ്റേജസ് അതിൽ കാണിക്കുന്നുണ്ട്. നല്ല രസമാണ്. ഇപ്പോൾ 3rd സീസൺ ഇറങ്ങി, അടിപൊളിയായിരുന്നു സംഭവം. നല്ല രസമായിട്ടാണ് അവർ അവസാനിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു ക്ലോഷറാണ് വന്നേക്കുന്നത്. പിന്നെ ഈ സീസൺസ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ ക്ലൈമാക്സൊക്കെ നല്ല രസമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ലാസ്റ്റ് എപ്പിസോഡൊക്കെ നമുക്ക് ഭയങ്കര എൻഗേജിങ്, അവരുടെ വിഷമങ്ങളും അവരുടെ ഇമോഷൻസൊക്കെ നല്ല രസമായിട്ടാണ്. എക്സാം എഴുതി അവരുടെ റിസൾട്ട് വരുന്നതും അതൊക്കെ നല്ല രസമായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മളും പലരും ആ സ്റ്റേജിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് മനസ്സിലാവും അവരുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഞാനൊരു മസ്റ്റ് വാച്ച് എന്ന രീതിയിൽ തന്നെ ഞാൻ പറയാം, അല്ലെങ്കിൽ വർത്ത് വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ഇതിൽ ഓരോ ക്യാരക്ടേഴ്സും, ഇതിൽ നല്ല നായകനും നായികയും ഒക്കെ ആയിട്ട് അഭിനയിച്ചിരിക്കുന്ന വൈഭവ്, പിന്നെ വർത്തിക, അങ്ങനെ പല പല ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൽ. മുകുന്ദ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സീരീസ് 2019 തുടങ്ങിയതാണ്. ഇപ്പം 2024, ഏകദേശം 5-6 കൊല്ലം അവർ ഈ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തതാണ്. പക്ഷെ അവർ ആ മൊമെൻറ്റം നന്നായിട്ട്, ആ ആക്ടിങ്ങും അതൊക്കെ നല്ല രസമായിട്ട് തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ശരിക്കും ഒരു 5 എപ്പിസോഡ് വെച്ചിട്ട് ഓരോ സീസണിലും, അപ്പോൾ അധികം നീണ്ട സീരീസ് അല്ല. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്ക്, നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, അടിപൊളിയാണ്. ഞാൻ ഈ സീരീസിന് കൊടുക്കുന്നത് 9 out of 10 ആണ്. നിങ്ങൾ ഈ സീരീസ് ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അതിൽ മെൻഷൻ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.